മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസ് വന്ന വാതിൽക്കൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഹല്ലേലൂയാ. ദൈവത്തിൻ്റെ മഹത്വം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? പുൽക്കൂട് എന്തായി? ഹല്ലേലൂയാ. സ്വന്തമായിട്ടൊരു ചെറിയ പുൽക്കൂട് കേട്ടോ. കർത്താവിൻ്റെ കരുണ. നിങ്ങളിപ്പോൾ എൻ്റെ അച്ഛൻ്റെ നെറ്റിയിലൊന്ന് സൂക്ഷിച്ച് നോക്കാൻ സാധ്യതയുണ്ട്. എന്തൊരു പാട് കാണുന്നുണ്ടെന്ന് വെച്ചാൽ അത് നല്ല ചെറിയൊരു പൈപ്പ് കൊണ്ടിട്ട് ചെറുതായിട്ട് തലയും മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് വേഗം ചെറുതായിട്ട് പോരതാണ് കേട്ടോ. ക്യാമറയിൽ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുക. അത്ര വലിയ സിമ്പിളാണ്. എന്നാലും നിങ്ങളോട് അങ്ങ് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ച്. പ്രൈസല്ലോ. പിന്നെ ചെറിയ ചെറിയ സഹനങ്ങൾ നമുക്ക് ആവശ്യമാണല്ലോ. പ്രൈസല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സന്തോഷമായിരിക്കും. പിന്നെ നാളത്തെ അഭിഷേകാന്തി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. തിരക്കിനിടയ്ക്ക് അത് കാണാതെ പോയേക്കരുത്. കുർബാനയ്ക്കൊക്കെ പോകണം, പക്ഷേ അഭിഷേകാന്തി കാണണം കേട്ടോ. നമ്മുടെ സാഹചര്യങ്ങൾ നേരത്തെ തന്നെ ക്രമിക്കും. നാളത്തെ വിഷയം എന്നറിയാമോ? ജീവൻ്റെ പുസ്തകത്തിൽ പേര് രേഖപ്പെടുത്തിയോ എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കേൾക്കാതെ പോയേക്കരുത് കേട്ടോ. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് നന്മയും ചൊല്ലി പ്രാർത്ഥിക്കാം. പിന്നെ സഹോദരങ്ങളെ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അതിനുശേഷം ഒരു 5:05 ആകുമ്പോഴത്തേക്കും വേറൊരു വീഡിയോ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ അഭിഷേകാന്തി സിസ്റ്റേഴ്സ്, നമ്മുടെ സ്വന്തം സിസ്റ്റേഴ്സ്. അപ്പോൾ അഭിഷേകാന്തി സിസ്റ്റേഴ്സ് എടുത്തിരിക്കുന്ന ഒരു ബെസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളത് കാണണം കേട്ടോ. നിങ്ങളുടെ കുടുംബാംഗമാണെങ്കിൽ, അവരോട് സ്നേഹമുണ്ടെങ്കിൽ ഇത് കണ്ടേ പറ്റൂ കേട്ടോ. കാരണം അത് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും. നല്ലൊരു വീഡിയോ ആണ്. ഇച്ചിരി സമയമുള്ളൂ, പക്ഷെ അത് മുഴുവൻ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നന്മ ചൊല്ലി പ്രാർത്ഥിക്കാം. നാളത്തെ അഭിഷേകാന്തി സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: അവസാന നാളുകളിൽ ഇതും ഒരു അടയാളമാണ്. നിങ്ങൾ ഇന്ന് ചോദിക്കേ, ഈ ദിവസങ്ങളിൽ നമ്മൾ ക്രിസ്മസിനോട് അനുബന്ധിച്ചൊക്കെ കേൾക്കും അല്ലേ? അതായത് പിന്നെ നക്ഷത്രം അല്ലേ, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. അതുപോലെ അവസാന നാളുകളെക്കുറിച്ച്, ഈശ്വരൻ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് അവസാന നാളുകളിൽ യുദ്ധങ്ങൾ, ഭൂകമ്പങ്ങൾ, ക്ഷാമം, പകർച്ചവ്യാധി അല്ലേ, അങ്ങനത്തെ കുറേ അടയാളങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ വളരെ മനോഹരം മറ്റൊരു അടയാളം കൂടിയുണ്ട്. അതാണ് അപ്പോസ്തലർ പ്രവർത്തനം 2:17, ആക്ട്സ് ചാപ്റ്റർ 2:17. അത് ജോയൽ പ്രവചനത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നതാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്തതാണ്: അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങളുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർക്കുമ്പോഴേ, അവസാന നാളുകളിൽ മറ്റു സംഗതികളൊക്കെ ഓക്കെയാണ്, പക്ഷേ ഇതും ഒരു അടയാളമാണല്ലോ. ഇതും ഒരു അടയാളമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ അടയാളങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ബ്രദർ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഉറക്കാണ്, എല്ലാ ദിവസവും 1 മണിക്കൂർ പരിശുദ്ധാത്മാവെന്ന് അറിയപ്പെടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു പ്രചോദനം കിട്ടുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഇന്നത്തെ വായന അതല്ലേ, ഉന്നതത്വം നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റിയ പരിശുദ്ധാത്മാവേ എല്ലാ വരങ്ങൾ, ഫലങ്ങൾ, ദാനങ്ങൾ, കൃപകൾ അല്ലേ, ഇതെല്ലാം സ്വർഗത്തെ ഭക്ഷിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കണം. കാരണം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നമ്മുടെ മക്കൾ പഠിച്ച് നല്ല പാസ്സാകുന്നുണ്ട്. അവർ നല്ലൊരു പ്രോഫസിയൊക്കെ ഉള്ള ഒരാൾക്കാരായിട്ട് വരുമ്പോൾ അല്ലേ, അവർ ഓരോ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മുടെ പഴയ നിയമത്തിലൊക്കെ ചില പ്രവാചകന്മാരല്ലേ വന്ന് വാതിൽ പഠിക്കാൻ നിൽക്കും, ഇന്ന ആളാണ് വന്നിരിക്കുന്നതെന്നൊക്കെ പറയുന്നത് പോലത്തേക്കുള്ള അവർ നേരം ചിന്തിച്ചേ അല്ലേ. നല്ല സ്വപ്നങ്ങൾ കാണുന്ന വൃദ്ധന്മാർ, അത് ദൈവരാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, ഈശോയുടെ വെളിപ്പെടുത്തൽ, ഈശോ ദേവസ്വ പിതാവ് കണ്ട സ്വപ്നങ്ങളൊക്കെ പോലെയൊക്കെയുള്ള ദൈവത്തിൻ്റെ ചില കാര്യങ്ങളാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ അങ്ങനെ ചിന്തിച്ചു എന്നേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ, ഇപ്പോൾ ഇതിനകത്ത് എളുപ്പമാർഗ്ഗം എന്നതറിയാം. ഇതെല്ലാം സംഭവിക്കാൻ പരിശുദ്ധാത്മാവ് എന്നിൽ വന്ന് നിറയണം, പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് നൽകണം, ഉത്തിതന ഈശോ എന്നൊക്കെ നല്ല പാട്ടില്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ മനുഷ്യാവതാരത്തിൽ പരിശുദ്ധാത്മാവിന് നല്ലൊരു റോളുണ്ടല്ലോ. ഹല്ലേലൂയ. രണ്ടാമത്തെ ആഗമനത്തിലും നല്ലൊരു റോളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ പ്രത്യേക അനുഗ്രഹങ്ങൾ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് അത്ഭുതകരമായ ഒരു കൃപയും അത്ഭുതകരമായ സന്തോഷവും ഞങ്ങളുടെ ഹൃദയത്തെ അലതല്ലട്ടെ കേട്ടോ. ഈ ക്രിസ്മസ് ഞങ്ങൾക്ക് ഒരു ആനന്ദദായകമായിട്ട് ഒരു കൃപയുടെ ദിവസങ്ങളായി മാറട്ടെ കർത്താവ്. നന്നായി ഒരുങ്ങാൻ, നന്നായി കുമ്പസാരിക്കാനൊക്കെ ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണം. അങ്ങനെ സാധിക്കാത്തവരുടെ അതിൻ്റെ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവിൻ്റെ നാളത്തെ അഭിഷേകം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവ് ദിവസം കൂടുതൽ വചനം വായിക്കാൻ, സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിക്കാൻ നിങ്ങളെ കർത്താവ് പ്രത്യേകം സഹായിക്കട്ടെ. കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു, യുവജനങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു. കർത്താവെ, ക്രിസ്മസ് ആയ ദിവസങ്ങളിൽ നല്ലൊരു ഗിഫ്റ്റ് ഇവർക്ക് കൊടുക്കണമേ കർത്താവെ. ഇവരെ ആത്മാവ് ഒരുങ്ങട്ടെ കർത്താവ്. എല്ലാത്തിലും പിടിച്ചൊക്കെ കൃപ നൽകട്ടെ. രോഗികൾക്ക് ആശ്വാസവും സൗഖ്യവും വിടുതലും ഉണ്ടാകണം. പൈശാചി ശക്തികളെ ബന്ധിക്കുന്നു. ദൈവകൃപ നിങ്ങളുടെ മേൽ നിറയട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.